എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പോംപോം വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഇത്. നമുക്ക് ഹെയർ ക്ലിപ്പിലും അറ്റാച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹെയർ ബാൻഡിൽ വേണമെങ്കിൽ ഹെയർ ബാൻഡിലും അറ്റാച്ച് ചെയ്യാം കേട്ടോ. പോംപോം എടുക്കുക, കൈ കൊണ്ട് നന്നായിട്ട് റോൾ ചെയ്യുക. അതിനുശേഷം 6 ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഫ്ലവറായിട്ട് ചെയ്യാനായിട്ട് 6 ആണ്. അപ്പോൾ ആ 6 എടുക്കുക, ഇതുപോലെ കോർത്തെടുക്കുക. കോർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഈ 6 നമ്മൾ കോർത്തെടുക്കണം. കോർത്തെടുത്തതിന് ശേഷം എന്താ പറയുക, ഭയങ്കര ടൈറ്റായിട്ട് അങ്ങ് ടൈ ചെയ്യരുത്. നമ്മളത് നന്നായിട്ട് റോൾ ചെയ്യണം. അത് കാരണം നമ്മൾ ഈ പോംപോം എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ സൈസ് വ്യത്യാസം എന്ന് വെച്ചാൽ സൈസ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഷേപ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഈക്വൽ ആവാൻ വേണ്ടിയാണ് നമ്മൾ സെൻറ്റർ ഹാൻഡിൻ്റെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒത്തിരി ടൈറ്റായിട്ട് നമ്മളത് ടൈ ചെയ്യൽ, ഒന്ന് ജസ്റ്റ് ടൈ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ബാലൻസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ചെയ്തതിൻ്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ. നമുക്കിനി ആ സെൻറ്ററിലുള്ള നമ്മൾ എടുക്കുന്ന ആ കോൺട്രാസ്റ്റ് കളറില്ലേ, അത് വയ്ക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു കറക്റ്റായിട്ട് നമുക്കത് ശരിയായിട്ട് കിട്ടുന്നത്. ഇനി ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത്, ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പിലൊരു പീസ് എടുക്കുക. അതിൻ്റെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 4 എഡ്ജും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. അത് മതി. ഇനി ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ B7000 ആണ് ഗ്ലൂ എടുക്കണേ. B7000 അല്ലെങ്കിൽ ഗ്ലൂ ഗൺ എടുത്താലും നന്നായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. സെൻറ്ററിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നന്നായിട്ട് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ സെൻറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ സെൻറ്ററിലേക്ക് വെക്കേണ്ട കളറും വെച്ച് കൊടുക്കുക. കണ്ടല്ലോ. എന്നിട്ട് പുറകിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാം നന്നായിട്ട് ഇരിക്കുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലവറായിട്ട് കിട്ടിയില്ലേ നമുക്ക്. പിന്നെ നമുക്ക് ഇത് യെല്ലോയും നമുക്ക് സെൻട്രലിൽ ബ്രൗണും കൊടുത്ത് ചെയ്യാം. പല കളറിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഗ്രീനിൽ ചെയ്യാം, പല കളറിൽ ചെയ്തെടുക്കാം. ഇനി ഞാൻ കണ്ടല്ലോ 1 ഇഞ്ച് നീളത്തിലുള്ള ഗ്രോസ് ഗിർ റിബൺ എടുത്തു. ചെറുതായിട്ട് ഒരു ഹെയർ ബോ ചെയ്യാനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. അതിനുവേണ്ടി ഈ റെഡിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കളർ സെൻറ്ററിൽ കൂടെ കൊടുക്കുക ഫ്ലവറിൻ്റെ. അത് കാരണം ഞാൻ അതൊരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. നല്ല കളർ കോമ്പിനേഷൻ ഈ പോംപോം വെച്ചിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ബോ പോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ സെൻറ്റർ ടൈ ചെയ്തെടുക്കുക. ഞാൻ സെൻറ്റർ ടൈ ചെയ്തിട്ട് അതിനെ കവർ ചെയ്യുന്നത് ആ ഗോൾഡൻ സ്ട്രിപ്പ് വെച്ചിട്ട് അങ്ങ് ടൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ ഗ്രോസ് ഗിർ റിബൺ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ചെയ്താലും മതി. നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് വളരെ ഈസി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളല്ല, വളരെ സിമ്പിളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. കാരണം ഇത് ഒരു 2-3 കളറിൽ വേണമായിരുന്നു. പക്ഷേ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ആയിക്കഴിഞ്ഞു. ഇനി ആ ഗ്രോസ് ഗിർ റിബൺ ഞാൻ ചെറുതായിട്ടൊന്ന് വീതിക്ക് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മളുടെ ചെറിയ വീതി കുറഞ്ഞതുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ലെങ്തിലെടുക്കുക. ഞാനിത് കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പും കവർ ചെയ്തിട്ടാണ്, ഈ റിബൺ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ത്രെഡ് അങ്ങ് വിട്ടുപോകും. അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗൺ എടുക്കുക. ഇതുപോലെ എഡ്ജിലേക്ക് കുറച്ച് ബാക്ക് സൈഡിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത് ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് അകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കുക. അപ്പോഴേക്കും നമ്മളവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇളകി വരില്ല, അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ പുറത്തേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ, ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇനി ഞാൻ ബാലൻസ് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം കട്ട് ചെയ്ത് ഉരുക്കിയെടുത്തു. അതിനുശേഷം വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞു. അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഫ്ലവറും വയ്ക്കുന്നു. അതിനുശേഷം ചെയ്ത ബോയും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. കണ്ടല്ലോ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അത്രയും ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബോയാണ്, ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ഇത്. നമുക്ക് ഹെയർ ബോയിലും ഇതേ രീതിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. വളരെ സിമ്പിളാണ്. നോക്കിയേ, പുറകിലൊക്കെ നോക്കി നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും